യേശുവിൻ കുഞ്ഞുങ്ങളെ. നിങ്ങൾ ആരും എന്തോ എന്ന് വിളിക്കുന്നില്ല. മക്കളെ, അയ്യോ, യേശുവിൻ കുഞ്ഞുങ്ങളെ. എന്തോ മക്കളെ. എന്തോ, യെസ്, യേശുവിൻ കുഞ്ഞുങ്ങൾ അത് അനുസരണമുള്ള മക്കളാണ്. യേശുവിൻ കുഞ്ഞുങ്ങൾ എന്നും ബൈബിൾ വായിക്കുന്നവർ. ഇവിടെ ഇരിക്കുന്ന എത്ര പേര് ബൈബിൾ വായിക്കാറുണ്ട്? കൈ പൊക്കിക്കേ. ഇവിടെ ഇരിക്കുന്ന എത്ര കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്? കൈ പൊക്കിക്കേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ എത്ര പേര് പറഞ്ഞു താങ്ക് യു ജീസസ് ഫോർ ദ ഫുഡ് യു ഹാവ് ഗിവൻ ടു അസ്? ഈ ഭക്ഷണം തന്നതിൽ ദൈവമേ നിനക്ക് സ്തോത്രം. എത്ര പേര് പറഞ്ഞു? കുഞ്ഞുങ്ങളെ, ദൈവം തന്ന ആയുസ് അത് തമ്പുരാൻ്റെ ദാനമാണ്. നമ്മളെടുക്കുന്ന ശ്വാസം ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് തമ്പുരാൻ ദാനമായി തന്ന. ഇത് ജീവിതം മുഴുവൻ തമ്പുരാൻ്റെ ദാനമാണ്. അങ്ങനെയെങ്കിൽ ഈ ദാനമായ ജീവിതം കർത്താവിന് വേണ്ടി കൊടുക്കാൻ നമുക്ക് കഴിയണം. അത് നമ്മൾ പാട്ടിൽ കൂടെ വചനത്തിൽ കൂടെയൊക്കെ പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്നു. യേശുവിൻ കുഞ്ഞുങ്ങളെല്ലാവരും അവരുടെ ജീവൻ ദൈവത്തിന് വേണ്ടിയാണ്, അത് ദൈവത്തിന് മാത്രമാണ് എന്നുള്ളത് തീരുമാനത്തോടെ മുമ്പോട്ട് പോകാൻ ഇടയാക്കട്ടെ. നമുക്ക് ആദ്യത്തെ സെഗ്മെൻറ്റിലേക്ക് പോകാം. ഒന്നായി പാടാം. ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക്. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു? വെരി ഗുഡ്. സ്കൂളിലൊക്കെ നല്ല ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ല ടേംസിലാണെന്ന് വിശ്വസിക്കുന്നു അല്ലേ? എല്ലാവരും കളിച്ചും പഠിച്ചുമൊക്കെ വളരുകയാണ്. ഓക്കെ, നമുക്കൊരു പണി ചെയ്യാം. ഇന്ന് പുതിയൊരു പാട്ട് പഠിച്ചാലോ? ഇന്നത്തേതൊരു മലയാളം പാട്ടാണ്. യേശുവിൻ കരങ്ങളിലെ കുഞ്ഞു ശില്പം ഞാൻ എന്ന് പറഞ്ഞൊരു പാട്ട് അല്ലേ? നമ്മളൊക്കെ യേശുവിൻ്റെ കൈകളിൽ ഇങ്ങനെ ചെറിയൊരു മൺകലമോ ഒരു നല്ല പ്രതിമയോ ഒക്കെ ഇരിക്കുന്ന പോലെ ഇങ്ങനെ യേശു നമ്മളെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പ്രത്യേകിച്ച് കൊച്ചു പ്രായത്തിൽ നമ്മളെല്ലാവരും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ഒരുപാട് കാര്യങ്ങൾ കേട്ട് വളരുകയും ഒക്കെ ചെയ്യുന്ന കാലത്ത് നമുക്ക് ഒത്തിരി കെയർ വേണം അല്ലേ? അപ്പോൾ യേശു നമ്മളെ എല്ലാവരും വളരെ കരുതലോടുകൂടി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മെസ്സേജ് തരുന്ന ഒരു പാട്ട് നമുക്ക് അങ്ങോട്ട് പഠിക്കാം. യേശുവിൻ കരങ്ങളിലെ കുഞ്ഞു ശില്പം ഞാൻ. പാട്ടാദ്യം ഒന്ന് കേൾക്കാം. കരങ്ങളിലെ കുഞ്ഞു ശില്പം ഞാൻ, യേശുവിൻ പൈതലായി വളർന്നു തീരും ഞാൻ. യേശുവിൻ കരങ്ങളിലെ കുഞ്ഞു ശില്പം ഞാൻ, യേശുവിൻ പൈതലായി വളർന്നു തീരും ഞാൻ. മണ്ണാലെന്നെ തീർത്തു ആ മണ്ണിൽ ശ്വാസമൂതി, മണ്ണാലെന്നെ തീർത്തു ആ മണ്ണിൽ ശ്വാസമൂതി, അവൻ്റെ ജീവൻ എന്നിൽ പകർന്നു തന്നതാകയാ. കേട്ടോ 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 യേശുവിൻ കുഞ്ഞു മക്കളെ, യേശുവിൻ കരങ്ങളിലെ കുഞ്ഞു ശില്പം ഞാൻ, യേശുവിൻ പൈതലായി വളർന്നു തീരും ഞാൻ. യേശുവിൻ കരങ്ങളിലെ കുഞ്ഞു ശില്പം ഞാൻ, യേശുവിൻ പൈതലായി വളർന്നു തീരും ഞാൻ. ഇത്രേ ഉള്ളൂ പാട്ട്. വളരെ ചെറിയൊരു സിമ്പിൾ മലയാളം പാട്ട്. അപ്പോൾ യേശുവിൻ പൈതലായി നമ്മൾ വളർന്നു തീരണം അല്ലേ? അപ്പോൾ ലൈൻ ബൈ ലൈൻ ഒന്ന് പാടി നോക്കാം. യേശുവിൻ കരങ്ങളിലെ കുഞ്ഞു ശില്പം ഞാൻ. അതിൻ്റെ ആക്ഷനോടെ കാണിച്ചു. യേശുവിൻ കരങ്ങളിലെ കുഞ്ഞു ശില്പം ഞാൻ. അടുത്ത ലൈൻ, യേശുവിൻ പൈതലായി വളർന്നു തീരും ഞാൻ. ഒന്നുകൂടെ പാടിക്കേ. യേശുവിൻ പൈതലായി വളർന്നു തീരും ഞാൻ. അപ്പോൾ പാട്ടും ആക്ഷനും പിടിയിട്ട് അടുത്തത്, ആ മണ്ണാലെന്നെ തീർത്തു. മണ്ണ് നമ്മൾ കയ്യിലെടുത്ത് ഇങ്ങനെ കാണിച്ചാൽ മതി. ഓക്കെ, മണ്ണെടുക്കണ്ട, ഇപ്പോൾ കൈ മാത്രമായിട്ട് കാണിച്ചാൽ മതി. മണ്ണാലെന്നെ തീർത്തു ആ മണ്ണിൽ ശ്വാസമൂതി. മണ്ണിലോട്ട് നല്ല ബ്രെത്ത് കൊടുത്തല്ലേ ദൈവം തമ്പുരാൻ നമ്മളെ സൃഷ്ടിച്ചത്? ആദാമിൻ്റെ ഒക്കെ കഥ നിങ്ങൾ വായിച്ചിട്ടില്ലേ? യെസ്, അത് തന്നെ. അപ്പം മണ്ണാലെന്നെ തീർത്തു ആ മണ്ണിൽ ശ്വാസമൂതി. 2 times അത് പാടണം. എന്നിട്ട് അവൻ്റെ ജീവൻ എന്നിൽ പകർന്നു തന്നതാകയാൽ. കേട്ടോ 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 യേശുവിൻ കുഞ്ഞു മക്കളെ. എങ്ങനെ? അവൻ്റെ ജീവൻ എന്നിൽ പകർന്നു തന്നതാകയാൽ. കേട്ടോ 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 യേശുവിൻ കുഞ്ഞു മക്കളെ, യേശുവിൻ കരങ്ങളിലെ. പഠിച്ചു അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ പാട്ട്.
നമുക്കിത് മ്യൂസിക്കും ഇതിൻ്റെ ആക്ഷനും ഒക്കെ ചേർത്ത് ഒരുമിച്ച് അങ്ങോട്ട് പാടാം. റെഡി? ലെറ്റ് us സ്റ്റാർട്ട്. യേശുവിൻ കരങ്ങളിലെ കുഞ്ഞു ശില്പം ഞാൻ, യേശുവിൻ പൈതലായി വളർന്നു തീരും ഞാൻ. യേശുവിൻ കരങ്ങളിലെ കുഞ്ഞു ശില്പം ഞാൻ, യേശുവിൻ പൈതലായി വളർന്നു തീരും ഞാൻ. മണ്ണാലെന്നെ തീർത്തു ആ മണ്ണിൽ ശ്വാസമൂതി, മണ്ണാലെന്നെ തീർത്തു ആ മണ്ണിൽ ശ്വാസമൂതി, അവൻ്റെ ജീവൻ എന്നിൽ പകർന്നു തന്നതാകയാ. കേട്ടോ 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 യേശുവിൻ കുഞ്ഞു മക്കളെ, യേശുവിൻ കരങ്ങളിലെ കുഞ്ഞു ശില്പം ഞാൻ, യേശുവിൻ പൈതലായി വളർന്നു തീരും ഞാൻ. യേശുവിൻ കരങ്ങളിലെ കുഞ്ഞു ശില്പം ഞാൻ, യേശുവിൻ പൈതലായി വളർന്നു തീരും ഞാൻ. വെരി ഗുഡ്. അപ്പോൾ പാട്ടും ആക്ഷനും ഒക്കെ നല്ല രസമായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ പാട്ടും ആക്ഷനും രസമായിട്ട് പഠിച്ചിട്ട് ഇവരെ ചുമ്മാ ഇരുന്നാൽ പോരാ, നിങ്ങളിത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. എങ്ങനെയാണ്? ഞാൻ യേശുവിൻ്റെ പൈതലാണെന്ന് എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് പറയാൻ അവസരം കിട്ടുന്നത്? സൺഡേ സ്കൂളിൽ കിട്ടും, ക്യാമ്പുകളിലൊക്കെ പോകുമ്പോൾ കിട്ടും, പിന്നെ നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ യേശുവിൻ്റെ പൈതലായിട്ട് അവരെ ജീവിച്ച് കാണിക്കണം. വെറുതെ പൈതലാന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. വഴക്കുണ്ടാക്കാതെയും മറ്റുള്ളവരുടെ സാധനങ്ങളൊന്നും അടിച്ചു മാറ്റാതെയും അല്ലേ, നല്ല ഷെയറിങ് ആൻഡ് കെയറിങ് ടൈപ്പ് ഓഫ് ചിൽഡ്രനായിട്ട് നിങ്ങൾ ജീവിച്ച് കാണിക്കണം. എങ്കിൽ മാത്രമേ ഈ പാട്ടൊക്കെ പഠിക്കുന്നുണ്ട് അർത്ഥമുള്ളൂ. അപ്പോൾ ഓൺ ദാറ്റ് ഹാപ്പി നോട്ട് നിങ്ങൾ ഈ പാട്ടൊക്കെ നല്ലതായിട്ട് മറ്റുള്ളവർക്ക് പാടിയും ആക്ഷനൊക്കെ കാണിച്ചും പറഞ്ഞു കൊടുക്കണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അടുത്ത ആഴ്ച നല്ലൊരു പാട്ടുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. Hello, how are you? Hope you all are fine. Yeah? Yes, because my God is stronger. My God is stronger. Are you stronger? We used to say, yes, I am stronger. See? I have the muscle power. I have the money power. I have the political power. I have the military power. Dear children, Christ is stronger and he is above all. അറിയാമോ? ക്രിസ്തുവാണ് ശക്തൻ, ക്രിസ്തുവാണ് ബലമുള്ളവൻ. ആ ബലമുള്ള ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഞാനും നിങ്ങളും സുരക്ഷിതരാ. ആ ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളാൻ ഇടയാകട്ടെ. അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം, കഥയിലൂടെ. ഹായ് കൂട്ടുകാരെ, എല്ലാവരും സന്തോഷമാണോ? കഥ കേൾക്കുന്ന ഇഷ്ടമല്ലേ? എങ്കിൽ നമുക്കൊരു കഥ കേൾക്കാം. ഇന്ന് ആരെക്കുറിച്ചാണ് കേൾക്കാൻ പോകുന്നതെന്ന് അറിയാമോ? പൗലോസിനെയും ശീലാസിനെയും കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. ആരായി പൗലോസും ശീലാസും എന്നറിയാമോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ പൗലോസിനെയും ശീലാസിനെയും കുറിച്ച്? യേശു കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്ത രണ്ട് വ്യക്തികൾ ആര്? പൗലോസും ശീലാസും. യേശു അപ്പച്ചൻ പറഞ്ഞതുപോലെ ജീവിച്ച, യേശു അപ്പച്ചനെ കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞ, യേശു അപ്പച്ചനിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവന്ന രണ്ട് കർത്താവിൻ്റെ ശിഷ്യന്മാരായിരുന്നു ആരൊക്കെ? ഈ പൗലോസും ശീലാസും എന്ന് പറയുന്നത്. ഇങ്ങനെ ഇവർ യേശു അപ്പച്ചനെ കുറിച്ച് പ്രസംഗിച്ച് നടക്കുമ്പോൾ ഒരു പ്രാവശ്യം ഇവരെ പടയാളികൾ പിടിച്ചു. അന്നത്തെ കാലഘട്ടങ്ങളിൽ റോമാ ഭരണാധികാരത്തിൽ ജീവിക്കുന്നവർക്ക് യേശു കർത്താവിനെ കുറിച്ച് പറയുന്നത് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തെന്നറിയാമോ? ഇവരെ രണ്ടുപേരെയും പിടിച്ച് കാരാഗ്രഹത്തിലടച്ചു. അവരുടെ കാലുകളെല്ലാം തുറങ്കലിൽ അടച്ചു പൂട്ടിയിട്ടു. യേശു അപ്പച്ചനെ പറ്റി ഇനി പറയരുതെന്ന് ഇവരോട് ശാസിച്ചു. അങ്ങനെ അവർ കാരാഗ്രഹത്തിൽ വസിക്കുമ്പോൾ മറ്റുള്ളവർ വിചാരിച്ചു ഇനി ഇവർ യേശു കർത്താവിനെക്കുറിച്ച്, യേശു അപ്പച്ചനെക്കുറിച്ച് ആരോടും പറയത്തില്ല എന്ന്. എന്നാൽ കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, അന്ന് രാത്രി ഈ പൗലോസും ശീലാസും എന്ത് ചെയ്തെന്നറിയാമോ? അവർ കാരാഗ്രഹത്തിൽ കിടന്ന് ആരെ ആരാധിച്ചു? യേശു അപ്പച്ചനെ ആരാധിക്കുവാനായിട്ടിടയായിത്തീർന്നു. ഒന്ന് മനസ്സിലാക്കണം, എവിടെ അവർ കിടക്കുന്നത്? കാരാഗ്രഹത്തിലാണ്. വേദനയുടെ നടുവിലും
പീഡനങ്ങളുടെ നടുവിലും അവർ എന്ത് ചെയ്യുക? യേശുപ്പച്ചനെ പാടി പാടി മഹത്വപ്പെടുത്തുക. അങ്ങനെ അവർ പാടി പാടി യേശുപ്പച്ചനെ മഹത്വപ്പെടുത്തിയപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? കാരാഗ്രഹങ്ങളെല്ലാം തകരുവാനായിട്ടേയായിത്തീർന്നു. അങ്ങനെ അവരെല്ലാവരും പുറത്തു വന്നു. ഇത് കണ്ട കാരാഗ്രഹ പ്രമാണി പെട്ടെന്ന് പേടിച്ചു. അയ്യോ, എന്തുവാ ഭൂകമ്പം, ഒരു വലിയ ഭൂകമ്പം നടന്നു, പടയാൾ അല്ലെങ്കിൽ കാരാഗ്രഹത്തിൽ കിടന്നവരെല്ലാം രക്ഷപ്പെട്ടല്ലോ എന്ന് വേദനിച്ച് അങ്ങനെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഉടനെ പൗലോസ് പറഞ്ഞു, നീ ഭാരപ്പെടേണ്ട കാര്യമില്ല, ഞങ്ങൾ ആരും പോയിട്ടില്ല, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അവരുടെ അടുക്കിലേക്ക് ആര് വന്നു? ഈ കാരാഗ്രഹ പ്രമാണി വന്നു. കാരാഗ്രഹ പ്രമാണി വന്നിട്ട് ചോദിച്ചത് എന്താണെന്നറിയാമോ? നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ, ഇനി ഞാൻ രക്ഷപ്പെടുവാനായിട്ട് എന്ത് ചെയ്യണം? ഈ പൗലോസും ശീലാസും മറ്റ് കാരാഗ്രഹത്തിൽ കിടന്നവരെല്ലാം രക്ഷപ്പെട്ടു. ഒരുപക്ഷെ അവിടെ കിടന്നവരെല്ലാം യേശു കർത്താവിനെ പറ്റി പറഞ്ഞവരായിരിക്കണം. രക്ഷപ്പെട്ടപ്പോൾ ഈ കാരാഗ്രഹ പ്രമാണി അവരോട് ചോദിക്കുക, ഞാൻ ഇനി രക്ഷപ്പെടാനായിട്ട് എന്ത് ചെയ്യണം? ഉടനെ ഈ പൗലോസും ശീലാസും എന്താ പറഞ്ഞതെന്നറിയാമോ? അവർ പറഞ്ഞു, യേശു അപ്പച്ചനിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അങ്ങനെയെങ്കിൽ കൂട്ടുകാരെ, രക്ഷ പ്രാപിക്കാൻ എന്താ ചെയ്യേണ്ടത്? യേശു അപ്പച്ചനിൽ വിശ്വസിക്കുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധ്യമായി തീരണം. പൗലോസും ശീലാസും യേശു അപ്പച്ചനിൽ വിശ്വസിച്ചതുപോലെ നമുക്കും യേശു അപ്പച്ചനിൽ വിശ്വസിക്കുവാൻ സാധിക്കണം. അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ മധ്യത്തിലും അവർ ആരെ ആരാധിച്ചു? യേശുപ്പച്ചനെ ആരാധിച്ചു. വേദനയുടെ മധ്യത്തിലും അവർ ആരെ ആരാധിച്ചു? യേശുപ്പച്ചനെ ആരാധിച്ചു. അങ്ങനെയെങ്കിൽ നമ്മുടെ രോഗത്തിൻ്റെ അവസ്ഥയിലും ഭാരത്തിൻ്റെ അവസ്ഥയിലും വേദനയുടെ അവസ്ഥയിലും പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്കും ആരെ ആരാധിക്കുവാൻ സാധിക്കണം? യേശുപ്പച്ചനെ ആരാധിക്കുവാൻ സാധിക്കണം. അങ്ങനെ ആരാധിച്ചാൽ നമ്മുടെ ഭാരങ്ങളെയും വേദനകളെയും പ്രയാസങ്ങളെയും മാറ്റുന്നവനാണ് ആര്? നമ്മുടെ യേശുപ്പച്ചൻ. അതുകൊണ്ട് ആ യേശുപ്പച്ചനിൽ പൂർണ്ണമായി വിശ്വസിക്കുവാൻ പ്രിയ കുഞ്ഞുങ്ങളെ, എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം. വിശ്വസിച്ചാൽ അവൻ്റെ അത്ഭുതങ്ങളെ കാണുവാൻ നമ്മളെക്കൊണ്ടും സാധ്യമാകും. അതുകൊണ്ട് ഈ കഥയിൽ നമുക്കെന്താ മനസ്സിലായത്? ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിലും ആരെ ആരാധിക്കണം? യേശുപ്പച്ചനെ ആരാധിക്കണം. പിന്നെ രണ്ടാമതായിട്ട് രക്ഷ എങ്ങനെയാണ് കിട്ടുന്നത്? യേശുപ്പച്ചനിൽ വിശ്വസിക്കുന്നതിലൂടെയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ യേശുപ്പച്ചനിൽ പൂർണ്ണമായി വിശ്വസിക്കാം. മറ്റുള്ളവരെ ആ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കാം. ഭാരങ്ങളിലും പ്രയാസങ്ങളിലും ആരെ ആരാധിക്കാം? യേശുപ്പച്ചനെ പാടി മഹത്വപ്പെടുത്താം. അതിന് യേശുപ്പച്ചൻ നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. കഥ എല്ലാവർക്കും ഇഷ്ടമായോ? അങ്ങനെയെങ്കിൽ യേശുപ്പച്ചനോട് ചേർന്ന് ജീവിക്കാം. അടുത്ത എപ്പിസോഡിൽ പുതിയ കഥയുമായിട്ട് നമുക്ക് പിന്നെയും കാണാം. അതുവരെ ബായ്. കുഞ്ഞുങ്ങളെ, നമ്മൾ പാട്ട് പഠിച്ചു, കഥ പഠിച്ചു. ഈ പാട്ടും കഥയും നമുക്ക് തരുന്ന ഈ എനർജി, യെസ് എന്താണ് എനിക്ക് കാണാം. അവിടെ ജോഷുവായും ജോനത്താനും റോബിനും ജോബിനും ജെസ്സിക്കായും ജാസ്ലിനും ജോയലും ജോയാനായും ഒക്കെ ഇങ്ങനെ യെസ്, ഇതൊക്കെ നമുക്ക് കരുത്ത് നൽകുന്ന, നമ്മളെ ബലപ്പെടുത്തുന്ന, ശക്തീകരിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ പാട്ടും കഥകളൊക്കെ നമ്മളെ അവിടുന്ന് മോൾഡ് ചെയ്യുക. ടു ബി വിത്ത് ക്രൈസ്റ്റ്, ഓൾവേസ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ പോലെ ആയിത്തീരാൻ നമ്മളെ ബലപ്പെടുത്തുന്ന ചില ഗീതങ്ങളും ചില കഥകളുമാണ് നമ്മൾ പഠിച്ചത്. നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. നമ്മുടെ സാം മാത്യു അച്ഛൻ പപ്പറ്റുമായിട്ട് വന്നിട്ടുണ്ട്. കേൾക്കാം, അനുസരിക്കാം. ഹായ് മോളെ, നീ എവിടെ പോയിട്ട് വരികയാ? അച്ഛനാ? അച്ഛാ, ഞാൻ ടയേർഡാ, ജോലി കഴിഞ്ഞ് വരികയാ. ജോലിയോ? നീയോ? നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7ാം ക്ലാസ്സിൽ അച്ഛാ. പക്ഷേ ജോലി ചെയ്താലേ വീട്ടിലെ കാര്യം നടക്കൂ. ആണോ? നീ ആ മത്തായുടെ മോളല്ലേ? അതെ അച്ഛാ. അച്ചായൻ എങ്ങനുണ്ട് ഇപ്പം? സുഖമായോ? ഇല്ല അച്ഛാ, അച്ചായൻ കിടക്കില്ല, ഒട്ടും വയ്യ. ഞാനും അങ്ങയും ചേട്ടനും കണിയെടുത്തിട്ടാ ജീവിക്കുന്നേ.
നീയും പണിക്ക് പോകുന്നുണ്ടോ? ആ അച്ഛാ, അല്ലാതെ നിവൃത്തിയില്ല. ട്യൂഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പണം കണ്ടെത്തണം. അച്ഛൻ്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തണം. നീ എവിടാ ജോലിക്ക് പോകുന്നേ? അത് ശരിയല്ലല്ലോ മോളെ, നിയമം അത് അനുശാസിക്കുന്നില്ലല്ലോ. അച്ഛാ, ഞങ്ങൾ എങ്ങനെയും കഴിഞ്ഞു വെക്കോട്ടെ. ആട്ടാ, നീ എവിടാ ജോലി ചെയ്യുന്നത്? ചാക്കോ മുതലാളിയുടെ വീട്ടിലോ? ചാക്കോ സാറിൻ്റെ അവിടെയോ? നിന്നെ കൊണ്ട് അവരെന്തൊക്കെ പണി ചെയ്യിപ്പിക്കും? അച്ഛാ, രാവിലെ പോയി തുണിയൊക്കെ കഴുകാനിടണം. എന്നോട് വരുന്നൊരു ചേച്ചി അത് കഴുകിയിട്ടോളും. വൈകുന്നേരം ചെന്ന് മുറ്റവും വീടും ഒക്കെ അടിച്ചു വാരണം, ഇറക്കിയിടണം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം. നിനക്കിനി എപ്പോഴാണ് പഠിക്കാൻ സമയം കിട്ടുക? അച്ഛാ, രാത്രിയിലിരുന്ന് കടിക്കും, അല്ലാതെ ഒരു രക്ഷയില്ല. എൻ്റെ കുടുംബം അങ്ങനെയായി പോയല്ലോ. ഓ മോളെ, അച്ഛനിത് ആദ്യം കേൾക്കുകയാണ്. അച്ഛൻ്റെ ഇടവകയിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്നവരുണ്ടോ എന്ന് അറിയത്തില്ലായിരുന്നു. സാരമില്ല അച്ഛാ, ഞങ്ങളുടെ അച്ചായന് വേണ്ടിയല്ലേ. അച്ചായൻ സൗഖ്യം ഗ്രാഹിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല. തീർച്ചയായും മോളെ, അച്ചായൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നാലും മോളെ, മോടെ പ്രായത്തിൽ ജോലിക്ക് പോകുന്നത് ഗവൺമെൻറ് നിരോധിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് നിരോധിച്ചാലോ അച്ഛാ? ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കണ്ടേ? എന്നെക്കൊണ്ടാകുന്നത് ചെയ്യാന്നാ ഞാൻ എൻ്റെ തീരുമാനത്തിന് അനുസരിച്ച് പോയതാ. ആരും നിർബന്ധിച്ചല്ലോ. നിർബന്ധിച്ചാലും ഇല്ലെങ്കിലും മോള് ചെയ്യുന്നത് നല്ല കാര്യമാണ്, അച്ചായനെ സഹായിപ്പാനും വീട്ടിലാവശ്യങ്ങൾക്കൊക്കെ. എന്നാലും കുഞ്ഞെ, നീ ഇങ്ങനെ കഷ്ടപ്പെടരുത്. ഞാൻ ചാക്കോ സാറിനോട് പറയാം, ജോലി ചെയ്യാതെ തന്നെ നിനക്ക് പണം തരാൻ കഴിവുള്ളൊരു വ്യക്തിയാണ്. അയ്യോ, അത് വേണ്ട അച്ഛാ, അച്ഛാന് ഇഷ്ടമാകത്തില്ല. അച്ഛൻ്റെ ഇഷ്ടമൊന്നും നമുക്ക് നോക്കണ്ട. മോള് ജോലി ചെയ്യണ്ട കേട്ടോ. മോള് ജോലി ചെയ്യാനുള്ള പ്രായമാകുമ്പോൾ മോളെ ഞങ്ങൾ ജോലിക്ക് വിട്ടോളാം. ഇപ്പോൾ എൻ്റെ കുഞ്ഞ് പഠിക്കുക. ഓക്കെ അച്ഛാ, ആരോടും കറിയല്ലേ? ഇല്ലില്ല, ആരോടും പറയത്തില്ല. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ഇടയിൽ നമ്മുടെ കൊച്ചു കൂട്ടുകാർ പലരും ഇന്ന് ചൈൽഡ് ലേബറിന് വിധേയമാകുകയാണ്. ശൈശവപ്രായത്തിൽ തന്നെ എടുക്കാൻ പറ്റാത്ത ചുവടുകൾ എടുക്കുന്നവരുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ അയൽപക്കത്തുള്ളവർ, നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർ പലരും ഇന്ന് കഷ്ടപ്പെടുന്നവരാണ്. നിയമം മൂലം ചൈൽഡ് ലേബർ ഗവൺമെൻറ് നിർത്തലാക്കിയെങ്കിലും ഇന്ന് അനേക ഇടങ്ങളിൽ കുഞ്ഞുങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ അറിവിൽ അപ്രകാരമുള്ള കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവരെ കരുതുവാൻ, സ്നേഹിക്കുവാൻ, അവരെ ചേർത്ത് പിടിക്കുവാൻ, അവരുടെ ഈ ചൈൽഡ് ലേബർ എന്നേക്കുമായി അവസാനിപ്പിച്ച് അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാനുള്ള സാധ്യതകൾ ഒരുക്കുക എന്നുള്ളത് ദൈവ പൈതങ്ങളുടെ കടമയാണ്. ആ കടമ നിർവഹിക്കണം. മോള് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഓക്കെ അച്ഛൻ, പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലല്ലോ? ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. ചാക്കോ സാറിനോട് വിഷമമൊന്നും തോന്നരുല്ലേ? ചാക്കോ സാറിനോട് വിഷമമൊന്നും തോന്നത്തില്ല. സാറിനോട് പറഞ്ഞു കഴിയുമ്പോൾ സാറ് മോളെ സഹായിക്കും. തീർച്ചയാണോ? തീർച്ചയായിട്ടും സഹായിക്കും. ധൈര്യമായിട്ട് പോയിക്കോ. ഓക്കെ അച്ഛൻ, താങ്ക് യു. താങ്ക് യു കൂട്ടുകാരെ. ഇതുപോലെ കഷ്ടപ്പെടുന്നവരെ സഹായിക്കുവാൻ നിങ്ങളും ഒരുങ്ങണേ. കാണാം. ടാറ്റ, കൈ കൈ. ഓക്കെ, ബൈ ബൈ. നമ്മുടെ കടമയാണ് കഷ്ടപ്പെടുന്നവരെ സഹായിക്കുക. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മളൊക്കെ എന്ത് നല്ല നല്ല സ്കൂളിലാണ് പഠിക്കുന്നത്. കഥ കേട്ടായിരുന്നോ? നല്ല നല്ല സ്കൂളിൽ പഠിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് വയ്യാതെ, മാതാപിതാക്കളില്ലാത്ത എത്ര കുഞ്ഞുങ്ങളാണ് ജോലി ചെയ്യുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾ ജോലി ചെയ്യുന്നത് ശരിയല്ല. അവർ പഠിക്കുക തന്നെ ചെയ്യണം. എന്നാൽ ജീവിത സാഹചര്യങ്ങളിൽ അത് സംഭവിക്കുന്നുണ്ട്. എന്നാൽ ദൈവം നമുക്ക് നല്ല മമ്മി പപ്പ, നല്ല ടീച്ചേഴ്സ്, നല്ല സ്കൂൾ, നല്ല പള്ളി, നല്ല നെയ്ബേഴ്സ്, നല്ല ഫ്രണ്ട്സ്, നല്ല വിദ്യാഭ്യാസം തരുമ്പോൾ താങ്ക് യു ജീസസ് ഫോർ എവറിത്തിങ് യു ഹാവ് ഗിവൻ ടു അസ്. താങ്ക് യു ജീസസ് ഫോർ എവറിത്തിങ് യു ഹാവ് ഗിവൻ. അത് പറയാൻ നമുക്ക് സാധിക്കട്ടെ. അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. പാടാം, നേടാം.
കുഞ്ഞുങ്ങൾ പാട്ട് പാടുന്നത് കേട്ടപ്പോൾ ഒരാഗ്രഹമുണ്ടോ എൻ്റെയും വീഡിയോ വരണമെന്ന്? ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞേ. ഉണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഇതേ ഫോമിൽ പിടിച്ച് പാട്ട് റെക്കോർഡ് ചെയ്യണം. 2 മിനിറ്റിൽ കുറയാത്ത ഒരു പാട്ട് റെക്കോർഡ് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചു തരാമെങ്കിൽ അടുത്ത സെഗ്മെൻറ്റിൽ നിങ്ങളുടെ പാട്ട് ഉൾപ്പെടുത്തുന്നതായിരിക്കും. തയ്യാറാണോ? അങ്ങനെയെങ്കിൽ അടുത്ത ആഴ്ച കാണും വരെ ബൈ ബൈ.